मिलता आँखों में किसी की वफा का इकरार नहीं मिलता। താങ്ക് യു. 2022 ഡിസംബർ മാസം 8-ാം തീയതിയായിരുന്നു ഈ മഹാനഗരത്തിലെ സംഗീത കൂട്ടായ്മകൾ മുഴുവൻ തന്നെ ശ്രോതാക്കളായി നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുതിർന്ന ഗായികമാർ ഒരു വേദിയിൽ അണിനിരന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ നഗരത്തിൽ ഏറെ പാടിയും നമുക്കേറെ പരിചയവുമുള്ള ഗായികമാരുടെ ഒരു കൂട്ടമാണ് അന്ന് ഒറ്റയ്ക്ക് ഒരു വേദിയിലായിട്ട് വരുന്നത്. മഴവിൽ വസന്തം എന്നാണ് ആ പാട്ടുകൂട്ടത്തിന് അവർ നൽകിയിട്ടുള്ള പേര്. പിന്നണി ഗായകരായ സിബില്ല സദാനന്ദൻ, ലീന പപ്പൻ, സിസിലി അനിൽ, അതുപോലെ തന്നെ കോഴിക്കോട്ടെ ഏറെ അനുഭവ പരിചയമുള്ള ഗായികമാരായ സുജാത, റഹ്മത്ത്, സുശീല, ഷേർലി ആൻഡ് ഇന്ദിര, ഇങ്ങനെ 8 പേരാണ് ഈ പാട്ടുകൂട്ടത്തിലുണ്ടായിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഈ ടൗൺ ഹാളിൻ്റെ പരിസരം പോലും ജനനിബിഡമായിരുന്നു. അതിനുശേഷം സർക്കാരിൻ്റേതടക്കമുള്ള വിവിധ പ്രോഗ്രാമുകളിൽ ഈ പാട്ടുകൂട്ടം അവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കുകയുണ്ടായി.
തൊട്ട് പിന്നാലെ വന്ന വനിതാ ദിനത്തിൽ മാനാഞ്ചിറ സ്ക്വയറിലും മഴവിൽ വസന്തം പാട്ടുകൂട്ടത്തിൻ്റെ ഒരു ഗ്രാൻഡ് മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. മറ്റൊരുപാട് വേദികളിൽ അവർ ഈ മ്യൂസിക് ഷോ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഈ ഡിസംബർ മാസം വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വാർഷിക ഉപഹാരം എന്നുള്ള നിലക്കാണ് ഈ നഗരത്തിന് അല്പം വ്യത്യസ്തമായൊരു പാട്ട്, ഒരു ഗാന സദ്യ അവരൊരുക്കുന്നത്. സാധാരണ സ്ത്രീകളുടെ മാത്രം പാട്ടുപാടി പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം എന്താ പറയുക, നമ്മൾ മെയിൽ സിംഗേഴ്സ് മാത്രം പാടിയ പാട്ടുകളും ഇന്നത്തെ പ്രോഗ്രാമിൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഫീ സാഹിബിനെ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഗായകനെ പോലും അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിനുള്ളൊരു ട്രിബ്യൂട്ട് എന്നുള്ള നിലക്കുള്ള പാട്ടുകളുണ്ട്. ക്രിസ്മസ് വെക്കേഷനാണിത്, ക്രിസ്മസിന് അനുസ്മരിച്ചുകൊണ്ടുള്ള പാട്ടുകളുണ്ട്. ഇങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു പാട്ടുകൂട്ടമാണ്, ഒരു പാട്ട് സദ്യ ഇവിടെ ഒരുക്കുന്നത്. ഞാൻ ഈ വേദിയിലേക്ക് ഇന്നിവിടെ ആർട്ടിസ്റ്റുകളായിട്ട് എത്തിയിട്ടുള്ള സംഗീതോപകരണങ്ങൾ വായിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഈ ഓർക്കസ്ട്ര നയിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പപ്പൻ കോഴിക്കോട് എന്ന കീബോർഡ് ആർട്ടിസ്റ്റാണ്. ഞാൻ പപ്പേട്ടനെ ഹൃദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു പക്ഷേ ഈ നഗരത്തിൽ അല്ലെങ്കിൽ ഈ വേദിയിൽ ഏറെ വായിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് പപ്പേട്ടൻ മാത്രമാണ്. ഈ വർഷം പപ്പേട്ടനെ സംബന്ധിച്ചിടത്തോളം പപ്പേട്ടൻ്റെ ടൗൺ ഹാൾ വേദിയിലെ 60ാം പിറന്നാൾ കൂടിയാണ്. 1963 പപ്പേട്ടൻ ടൗൺ ഹാളിൽ വായിക്കാൻ തുടങ്ങിയത്. ഇന്നേക്ക് 60 വർഷമായി. ഈ സൈഡിൽ തന്നെയായിരിക്കില്ലേ പപ്പേട്ട കൂടുതൽ കാലം ഇരുന്നത്? ആദ്യം അന്ന് ഹാർമോണിസ്റ്റ് ആയിരുന്നു. അന്ന് ചിലപ്പോൾ അവിടെ ആയില്ല, നിലത്തായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. ഇന്നാണിപ്പോൾ ഇരുത്തം വന്ന ഗായകരൊക്കെ ഇല്ലാതായത്. ഇന്നെല്ലാവരും കസേരയിൽ ഇരിക്കുന്ന ഗായകരാണ്, ആർട്ടിസ്റ്റുകളാണ്. ഏതായാലും കോഴിക്കോട് നഗരം കണ്ട ഏറ്റവും സമുന്നതനായ ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു സംശയവുമില്ല, അത് പപ്പേട്ടൻ തന്നെയാണ്, വേറെ ആരുമില്ല. കേരള സംസ്ഥാന സർക്കാർ കേരളത്തിലെ ആർട്ടിസ്റ്റുകളെ ആദരിച്ചപ്പോൾ സാധാരണ ഗായകരെ ആദരിക്കാറുണ്ട്, നാടകകൃത്തുകൾ അല്ലെങ്കിൽ നാടകക്കാർ, സംഗീത അല്ലെങ്കിൽ ഗായകരെയൊക്കെ ആദരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം ആർട്ടിസ്റ്റുകൾക്ക് ആദരവ് കൊടുത്തപ്പോൾ സംഗീത ഉപകരണം വായിക്കുന്ന ഉപകരണ സംഗീതജ്ഞരെ ആദരിച്ചപ്പോൾ ആദ്യത്തെ നറുക്ക് വീണത് നമ്മുടെ പപ്പേട്ടന് വേണ്ടിയിട്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുപൂജ അവാർഡാണ്. ഈ നഗരം അതൊരു ആഘോഷമാക്കി കൊണ്ടാടുകയായിരുന്നു. ഈ നഗരത്തിൽ ഒരുപാട് തുടക്കം കുറിച്ചത് പപ്പേട്ടനാണ്. ഒന്ന് റഫീ സാഹിബിൻ്റെ മുഹമ്മദ് റഫീ നൈറ്റ്, ഇന്ന് വളരെ ആഘോഷപൂർവ്വം നടക്കുന്ന റഫീ സാഹിബിൻ്റെ റഫീ നൈറ്റ്, അതിന് തുടക്കം കുറിച്ചത് പപ്പേട്ടനാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള പല പാട്ടുകളുടെയും, നമ്മൾ കേൾക്കുന്ന സിനിമാ സംഗീതത്തിലെ പല പാട്ടുകളുടെയും പിറകിൽ പപ്പേട്ടൻ്റെ കൈവിരലുകളുണ്ട് എന്നുള്ളത് സത്യം. പ്രേതങ്ങളുടെ താഴ്വരയിലെ പാട്ടുകളൊക്കെ അതൊക്കെ ദേവരാജൻ മാസ്റ്ററുടെ കീഴിൽ പപ്പേട്ടൻ വായിച്ചിട്ടുള്ള, സിനിമയ്ക്ക് വായിച്ചിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ പപ്പേട്ടൻ തൊട്ട് പിറകിലിരിക്കുന്ന ആൾ പപ്പേട്ടൻ്റെ നല്ല പാതിയാണ്. ലീന പപ്പൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഗാന കുടുംബമാണ് എന്നുള്ളതാണ് വളരെ സന്തോഷപൂർവ്വം. മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. കേരളത്തിൽ നിന്ന് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്, കേരളത്തിൽ നിന്ന് ഇസ്രായേലിൽ പോയിട്ട് ഇക്കഴിഞ്ഞ ഏതാണ്ട് ഗസ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലിൽ പോയിട്ട് ഗാന സദ്യ അല്ലെങ്കിൽ ഗാന നിശ ഒരുക്കാൻ പപ്പേട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മംഗലാപുരത്തു നിന്നുള്ള ഒരു ഗായക സംഘം പപ്പേട്ടനെയും ഇവിടെ നമ്മുടെ പാഡ് വായിക്കുന്ന ഗണേശനും ആ സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്.
അവർ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ അവിടെ മുഴുവൻ തന്നെ, അല്ലെങ്കിൽ ഇസ്രായേലി ഇന്ത്യക്കാരുടെ മുഴുവൻ എന്താ പറയുക, മുക്തകണ്ഠ പ്രശംസ നേടിയ ഒരു കലാകാരൻ കൂടിയാണ് പപ്പേട്ടൻ. അവിടെയും കൈവച്ചു എന്നർത്ഥം. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗായക സംഘം ഇസ്രായേലിൽ പോയി ആ ഗായക സംഘത്തെ നയിക്കാനും പപ്പേട്ടന് തന്നെയാണ് ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് പപ്പേട്ടനെ ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടാമതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരുപക്ഷെ ഈ ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും ഇളയവൻ അല്ലെങ്കിൽ ഇളയവരായിട്ടുള്ള ഒരു നിരയാണ് രണ്ടാമത്തെ നിര. മിഥുൻ 7 വർഷമായിട്ടാണ് അദ്ദേഹം ഈ സംഗീത അല്ലെങ്കിൽ വേദിയിലെത്തിയിട്ട് 7 വർഷം മതി ചില പ്രതിഭകളുടെ മാറ്റം അറിയാൻ. 7 വർഷം തന്നെ മതി. ഇന്ന് കോഴിക്കോട്ടെ ഒരു ഇരുത്തം വന്ന കീബോർഡിസ്റ്റാണ് മിഥുൻ, സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയും ഈ സമയത്ത് ഓർക്കുന്നു. വിനീഷ് എന്ന കീബോർഡിസ്റ്റാണ്. അനൂപ് ശങ്കറിൻ്റെയൊക്കെ സ്വന്തം കീബോർഡിസ്റ്റായ വിനീഷിൻ്റെ കീഴിലാണ് ഇദ്ദേഹം പഠിച്ചത്. ഒരുപാട് എന്താ പറയുക, നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ഇന്ന് ഒരു ദിവസം പോലും ഒഴിവില്ല അല്ലേ. ഏതായാലും നാക്ക് പൊന്നാവട്ടെ എന്ന് പറയുന്ന പോലെ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ മിഥുൻ എത്തട്ടെ. മിഥുനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാമത്തെ ഇവിടെ എത്തുന്നു നന്ദു. ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും ചെക്കനാണ് എന്ന് തന്നെ പറയാം. 5 കൊല്ലമായിട്ട് ഈ വേദിയിലുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹം കീഴടക്കിയ ലോകം ചെറുതൊന്നുമല്ല. NG ശ്രീകുമാർ, അതേപോലെ തന്നെ ബിജു നാരായണൻ, പിന്നെ മധു ബാലകൃഷ്ണൻ പോലുള്ള ഒരു പിടി ഗായകരുടെ സ്വന്തം ഫ്ലൂട്ടിസ്റ്റാണ് നന്ദു. പ്രായം കണ്ടാൽ ഏതാണ്ട് എത്ര ഉണ്ടാവും, എൻ്റെ മോനേക്കാളും ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വായന എന്തായിരിക്കും എന്നുള്ളത് ഈ നഗരത്തിന് നന്നായിട്ടറിയാം. ഇനി നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. യെസ്, നന്ദുവിനെ വേദിയിലേക്ക്. നിതിൻ ലീഡ് ഗിറ്റാർ. കുറച്ചൊന്നുമല്ല, പ്രായം തോന്നൂല എന്നേ ഉള്ളൂ. പക്ഷെ കുറച്ചൊന്നുമല്ല കേട്ടോ എക്സ്പീരിയൻസ്. ഏതാണ്ട് 20 വർഷത്തെ അനുഭവ പരിചയമുണ്ട് നിതിന്. നിങ്ങൾ അദ്ദേഹത്തെ പല വേദികളിലും എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ചാനലുകളിൽ, നിരന്തരം ചാനലുകളിൽ അദ്ദേഹം ഉണ്ടാവാറുണ്ട്. 20 വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളുടെ, സിനിമ പിന്നണി ഗായകരുടെ മുഴുവൻ തന്നെ സ്വന്തം ലീഡ് ഗിറ്റാറിസ്റ്റാണ് പിന്നെ നിതിൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ഒരു സഹപ്രവർത്തക കൂടിയാണ്. അതുമാത്രമൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് നമ്മളൊക്കെ കാണാറുള്ള മൈലാഞ്ചിയല്ല, ഏതായിരുന്നത് ചാനലിൽ കണ്ടിരുന്നത്, മീഡിയ വണ്ണിലെ ഇരുത്തം വന്ന ഗിറ്റാറിസ്റ്റ് തന്നെയാണ് നിതിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തത് പേരുകൊണ്ട് അതേ മനുഷ്യനല്ല എന്നൊക്കെ തോന്നും, ഡോൺ മാൻ എന്നാണ്. പക്ഷേ ഇത്ര മൃദുലമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഡോൺ മാൻ, പ്ലീസ് കം. ബേസ് ഗിറ്റാറിസ്റ്റ് ഡോൺ മാൻ. 20 വർഷത്തെ അനുഭവമാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ ഇവിടെ ഈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ, ഞാൻ നേരത്തെ നിതിനെ പറഞ്ഞ പോലെ തന്നെ ലീഡ് ഗിറ്റാറിസ്റ്റാണ്. മീഡിയ വണ്ണിലെ ഏതായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്, പട്ടുറുമാലിൻ്റെയും 14-ാം രാവിലെയും ഒക്കെ തന്നെ ആ വേദിയിൽ നമ്മൾ കണ്ടതാണ് ഡോൺമാനെ. ബേസ് ഗിറ്റാറിസ്റ്റാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. അടുത്തത് പാഡ് കൈകാര്യം ചെയ്തത് ഗണേഷ് കല്ലായി. കുറച്ചൊന്നുമല്ല ഗണേഷിന്, 25 വർഷത്തെ അനുഭവമാണ്. ആ ഇസ്രായേലിൽ പോയ സംഘം ഉണ്ടല്ലോ, ആ സംഘത്തിൽ ഗണേഷ് ഉണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിന് വെറുതെ വിട്ടതാണ്. ഇനി അദ്ദേഹം ഉണ്ടാക്കി തീർത്ത പണിയാണോ അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഏതായാലും തടി സലാമത്താക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു അനുഭവമാണ് പപ്പേട്ടനും ഗണേശനും ഒക്കെ ഇസ്രായേലിലുണ്ടായത്. ഈ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള, ഇനി അങ്ങനെ തന്നെ ആവട്ടെ, ഏറ്റവും തിരക്കുള്ള ആർട്ടിസ്റ്റാണ് ഗണേഷ് കല്ലായി. കോഴിക്കോട് കല്ലായി തന്നെയാണ് സ്വദേശം. പ്ലീസ് ഗണേഷ്. ഇനി ലാലു തബലയിലേക്ക്. ആകാശവാണി
ബി ഗ്രേഡ് ആർട്ടിസ്റ്റാണ് ലാലു. 20 വർഷത്തോളം ഈ സംഗീത മേഖലയിലുണ്ട്. കോഴിക്കോട് ഈ ഏറെക്കുറെ ഇവിടെ തന്നെയാണ് കടത്തെന്നുള്ള തോന്നുന്നുണ്ട്. ടൗൺ ഹാളിൽ തന്നെയാണ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ കടത്തൊക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും വേദിയിലുണ്ടാവും. കാരണം അത്രയ്ക്ക് തിരക്കാണ്. ഇന്നലെ റിഹേഴ്സലൊക്കെ തന്നെ മുഴുവനാക്കാൻ നേരമല്ല ഇവർക്ക്. അപ്പോഴേക്ക് ഇവർക്ക് ബേപ്പൂരെത്തണം. നല്ലത്, അവരൊക്കെ ഇങ്ങനെ പറക്കട്ടെ എന്നുള്ളത് തന്നെയാണ് സന്തോഷം. അവരൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള സംഗീതധാര ചെറുതല്ല. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യെസ്, ഇനിയൊരാൾ കൂടെ ഉണ്ട്. അത് പപ്പേട്ടൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരാളാണ്. ഷബീർ ദാസ്. ഷബീർ ദാസ് ഈ നഗരം കണ്ട ഏറ്റവും വലിയ തബലിസ്റ്റിൻ്റെ മക്കളാണ് ഷബീർ ദാസ്. അതുപോലെ തന്നെ കബീർ ദാസ് ഉണ്ടോ? കബീർ ദാസ്. വേറൊന്ന് പുരന്ദരദാസ്. സംഗീതവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് ഈ 3 ദാസുമാരും. 40 കൊല്ലമായിട്ട് ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് പപ്പേട്ടനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുരുസ്ഥാനീയൻ എന്ന് തന്നെ പറയാം. പപ്പേട്ടൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം നമുക്ക് കൂടുതലും കണ്ടിട്ടുള്ളത്. പപ്പേട്ടനുള്ള വേദികളിൽ കബീറിനെയും കൂടെ ഷബീറിനെയും കൂടെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഞാൻ പറഞ്ഞല്ലോ പുരന്ദരദാസ് ഈ നഗരം കണ്ട ഏറ്റവും മികച്ചൊരു തബലിസ്റ്റായിരുന്നു. അതുപോലെ തന്നെ കബീർ, പിതാവിൻ്റെ പേര് അപ്പുട്ടി. അദ്ദേഹവും ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു തബലിസ്റ്റായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് നമ്മുടെ ഇന്നത്തെ ആർട്ടിസ്റ്റുകളെയാണ്, ഇന്നത്തെ ഗായകരെയാണ്. ആദ്യം നമ്മുടെ വേദിയിലുള്ള ലീന പപ്പനെ ഞാൻ ക്ഷണിക്കുകയാണ്. ലീന പപ്പൻ വേദിയിലേക്ക് എത്തുന്നു. ലീന പപ്പൻ നമ്മുടെ പപ്പേട്ടൻ്റെ ഭാര്യയാണ്, സിനിമ പിന്നണി ഗായികയാണ്. അവർ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരുന്നു. ഹലോ, പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, ഞങ്ങളുടെ ഒരു കൂട്ടായ്മയായ മഴവിൽ വസന്തത്തിൻ്റെ 1ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കേവർക്കും എല്ലാവർക്കും എൻ്റെ സ്വാഗതം പറയുന്നു. ഈ ടൗൺ ഹാളിൽ 8ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച ഞാൻ ഇന്നും നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും അനുഗ്രഹവും കൊണ്ടാണ് 56 വർഷം ഈ വേദിയിൽ ഞാൻ നിലനിൽക്കുന്നത്. എനിക്ക് പാടാനുള്ള എല്ലാ അവസരങ്ങളും കിട്ടുമ്പോഴും ഞാൻ പ്രത്യേകമായി ഓർമ്മിക്കുന്നത് സുകുമാരേട്ടനെയാണ്. ARലെ വയലിനിസ്റ്റ് സുകുമാരേട്ടൻ. അയാളെ സുകുമാരൻസ് ഓർക്കസ്ട്രയിലൂടെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ചലച്ചിത്ര പിന്നണി ഗായകർക്കൊപ്പവും പാടാനുള്ള അവസരം ലഭിച്ചു. യേശുദാസ്, ബ്രഹ്മാനന്ദൻ, ജയചന്ദ്രൻ, ജോളി എബ്രഹാം, അയ്യൂർ സദാശിവൻ, കൃഷ്ണചന്ദ്രൻ, ഇങ്ങനെ എല്ലാവരുടെ കൂടെയും പാടാൻ എനിക്ക് സാധിച്ചു. അത് എൻ്റെ ഈ സംഗീത ജീവിതത്തിലെ ഒരു ഏറ്റവും നല്ല ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിന്നെ സംഗീതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. നാടകഗാനങ്ങൾ, വീഡിയോ കാസറ്റുകൾ, സിനിമാ ഗാനങ്ങൾ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10,000-ത്തിലധികം ഗാനമേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ 56 കൊല്ലം പാടിയില്ലേ. അതുപോലെ നിങ്ങളിലുള്ള എല്ലാ പ്രോത്സാഹനവും വിവിധ സംഘടനകളുടെ എല്ലാ ആദരവും കിട്ടുമ്പോഴാണ് ഞാൻ ഈ സംഗീത ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം വരുന്നത്. അതുകൊണ്ട് 35 കൊല്ലം ഞാൻ പ്രസൻറ്റേഷനിൽ സംഗീത അധ്യാപികയായിരുന്നു. അതും എൻ്റെ ഒരു ഭാഗ്യമായി കരുതുന്നു. പിന്നെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ അനുഗ്രഹിച്ച, എന്നെ അനുമോദിച്ച നല്ലവരായ കോഴിക്കോട്ടെ എല്ലാ സംഗീത പ്രേമികൾക്കും ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവും ഇല്ലാത്ത ഒരാൾ. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കേൾക്കുന്ന പല പാട്ടുകളും, ഒറിജിനൽ പാട്ടുകളൊക്കെ നഷ്ടപ്പെട്ട ഈ കാലത്ത് ഇന്ന് നമ്മൾ കാസറ്റിലായാലും
നമ്മൾ കാറിലിരിക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും ഏത് വീട്ടിൽ നമ്മളൊരു പ്ലേ ചെയ്യുമ്പോഴും നമ്മളൊക്കെ കേൾക്കുന്ന പഴയ പാട്ടുകളൊക്കെ പാടിയ ഒരാളുണ്ട്. സിബല സദാനന്ദൻ, സിനിമ പിന്നണി ഗായിക. ക്ഷമിക്കണം, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ വിട്ടുപോയി. എൻ്റെ ഹസ്ബൻഡാണ് പപ്പേട്ടൻ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ പപ്പേട്ടൻ്റെ ഈ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇന്നും ഈ സംഗീത വേദികളിൽ നിലനിൽക്കുന്നത്. അതും ഞാനൊന്നുകൂടി പപ്പേട്ടനും കൂടി നന്ദി പറയുകയാണ്. ഞാൻ സിബല സദാനന്ദൻ. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഈ ഒരു ടൗൺ ഹാൾ പ്രോഗ്രാം ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം പാടിയത് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബിലൂടെ. അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് ഈ ടൗൺ ഹാളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കയ്യടി അതുതന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് കിട്ടുന്ന ഒരു അംഗീകാരം മറ്റെവിടെ പോയി കഴിഞ്ഞാലും ഇത്രയധികം കിട്ടാറില്ല. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത്. എനിക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ 50 വർഷം എൻ്റെ സംഗീത യാത്രയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിലൊരുപാട് സന്തോഷം. ദൈവം തന്ന ആ ഒരു സ്വരവും ശബ്ദവും കാത്തു സൂക്ഷിക്കുക, നിലനിർത്തുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ. ഇത്രയും കാലം പാടി, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാ സിംഗേഴ്സിനും നമ്മുടെ പ്രോത്സാഹനം എപ്പോഴും കൂടെ ഉണ്ടാവും. അവരും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ എപ്പോഴും പരിപാടിയായിട്ട് മുന്നോട്ടുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമസ്കാരം. അടുത്തതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു സിസിലി അനിൽ. ഒക്കെ വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ലാത്ത ഗായകരാണ്. ഈ നഗരം കണ്ട ഏറ്റവും മികച്ച ഗായികമാരാണ് ഈ വേദിയിലെത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിസ്ലി അനിൽ. സംഗീതത്തിൽ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. 50 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. പിന്നെ 10 വയസ്സിൽ ഈ ടൗൺ ഹാൾ സ്റ്റേജിൽ ജോളി അബ്രഹാമിൻ്റെ കൂടെ കലാ മ്യൂസിക് അസോസിയേഷൻ, ലോവേഴ്സ് അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് ആദ്യമായി ഞാൻ പാടുന്നത് ഓർക്കസ്ട്രയിൽ. അത് ലോവേഴ്സ് അസോസിയേഷൻ, കുട്ടികൾ തന്നെ ഓർക്കസ്ട്ര വായിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതറിയോ എന്നറിയില്ല, കലയിലെ മെമ്പേഴ്സിന് ആർക്കും അതറിയില്ല. പക്ഷെ മുമ്പേ ഉണ്ടായിരുന്നു. അത് പ്രേംകുമാർ മാഷിനെ ഞാൻ ഇപ്പോൾ ഓർക്കാണ്. സാറാണ് എന്നെ ഫസ്റ്റിൽ സ്റ്റേജിൽ എന്നെ ഇവിടെ പാടിപ്പിക്കുന്നത്. അപ്പോൾ സാറിന് വലിയൊരു നമസ്കാരം ഞാൻ പറയുകയാണ്. അങ്ങനെയാണ് എൻ്റെ സംഗീത യാത്ര ആരംഭിക്കുന്നത്. 50 വർഷത്തോളം സ്റ്റേജുകളിലും വിദേശ രാജ്യങ്ങളിലും പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെയും ഒക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. 2000 പാട്ടുകളോളം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ സോങ്സ്, മാപ്പിളപ്പാട്ടുകൾ, എല്ലാ മാപ്പിളപ്പാട്ട് സിംഗേഴ്സിൻ്റെയും കൂടെ ഗൾഫ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. വിയൻകുട്ടി മാഷ്, പീർക്ക, മൂസക്ക, അങ്ങനെ വലിയ വലിയ എല്ലാവരുടെ കൂടെയും. അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയത് ദൈവാനുഗ്രഹം മാത്രമാണ്. പിന്നെ നിങ്ങൾ തന്ന പ്രോത്സാഹനം, ഓരോ വേദിയിലും നമുക്ക് വിജയിക്കാൻ വേണ്ടത് നിങ്ങളുടെ പ്രോത്സാഹനമാണ്. അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോൾ മുമ്പോട്ട് തന്നെ പോകും, അതിലൊരു സംശയവും വേണ്ട. അതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങൾ, മഴവിൽ വസന്തങ്ങൾ. ഞങ്ങളെപ്പോഴോ ഇങ്ങനെ മൂലയ്ക്കായി പോകുമെന്നുള്ള ഒരു ചിന്തയിലിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് വരുന്നത് മഴവിൽ വസന്തങ്ങൾ. അപ്പം ഞങ്ങളിനി മുമ്പോട്ട് തന്നെയാണ്, ഒരിക്കലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം. താങ്ക് യു. അടുത്തതായിട്ട് വേദിയിലെത്തുന്നു യഥാർത്ഥത്തിൽ പേര് അനർത്ഥമാക്കുന്ന നമ്മുടെ സുശീല വേണുഗോപാൽ. വേദിയിലേക്ക് 4ാമത്തെ വസന്തം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, പാടാൻ മാത്രമേ അറിയുള്ളൂ. എന്നിരുന്നാലും 40 വർഷത്തോളമായി ഞാൻ ഈ രംഗത്തുണ്ട്. കോഴിക്കോട്ടെ മിക്ക ആളുകൾക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ
പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഈ കാലയളവിൽ കോഴിക്കോട്ടുള്ള എല്ലാ ആസ്വാദകരും എനിക്ക് തന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. ഇനിയും അങ്ങോട്ടും നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭർത്താവായ വേണുഗോപാൽ ഒരു റിതം ആർട്ടിസ്റ്റാണ്. അവരെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം എത്തിയത്. അവർക്കും ഇത് നന്ദി പറയുന്നു. യെസ്, അടുത്തതായിട്ട് വേദിയിലെത്തുന്നു സുജാത അജിത് കുമാർ. സംഗീത അധ്യാപികയാണ്, അതിലേറെ ഏറ്റവും മികച്ച ഗായികയാണ്. മകനും ഇന്ന് ചാനലുകളിലും ഭാഗ്യവശാലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ഇന്ന് സിനിമ പിന്നണി ഗാനരംഗത്തേക്കും മകൻ എത്തിയിരിക്കുകയാണ്. സുജാത സ്വയം പരിചയം. ഞാൻ സുജാത. എല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 40 വർഷത്തോളമായി ഈ ഒരു സംഗീത രംഗത്തുണ്ട്. കൂടാതെ റിട്ടയേർഡ് സംഗീത അധ്യാപിക കൂടിയാണ്. എന്തായാലും ഞങ്ങളൊക്കെ പാടി എന്താ പറയുക, കുറേ പിന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ച് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ശരിക്കും പാടാണ്ടിരുന്നതായിരുന്നു, പാടാൻ പറ്റാണ്ടായിപ്പോയിണ്ടായിരുന്നു. പ്രോഗ്രാമുകൾ അങ്ങനെ സജീവമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും പാടുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഈ ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇങ്ങനെയൊക്കെ പാടിപ്പോകാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പ്രോത്സാഹനമൊക്കെ ആവശ്യമാണ്. നന്ദി. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആറാമത്തെ വസന്തമായ ഷേർലി പ്രമോദ്. കോഴിക്കോട് നഗരം ഭരിച്ചിരുന്ന ഒരു കൗൺസിലർ കൂടിയായിരുന്നു ഷേർലി. ഇന്ന് സർക്കാർ സർവീസിൽ തന്നെയുണ്ട്. ഏതായാലും ഷേർലി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ തന്നെ ഒരുപാട് ഈ ഹാളിലൊക്കെ പാടിയിട്ടുണ്ട്. നിരവധി തവണ നിങ്ങൾക്ക് മുമ്പിൽ വന്നവരാണ്. മഴവിൽ വസന്തം എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങൾ വീണ്ടും സജീവമായത്. സംഗീതരംഗത്ത് കുറേ കാലത്തോളം സജീവമായി ഇല്ലായിരുന്നു. പിന്നീടാണ് നമ്മുടെ ഇങ്ങനൊരു കൂട്ടായ്മ രൂപം കൊണ്ടത്. അതിൻ്റെ 1ാം വാർഷികമാണ് ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെത്തുന്നു ഇതുപോലെ തന്നെ കോഴിക്കോട് ഏതാണ്ട് 40 വർഷത്തോളം അനുഭവ പരിചയമുള്ള കോഴിക്കോട്ടിലെ പ്രിയ ഗായിക റഹ്മത്ത് കോഴിക്കോട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സഹോദരിമാരായ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും സഹപാട്ടുകാരുമായ ഗായികമാർ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതാണ്ട് 37 വർഷത്തോളമായി ഞാൻ ഈ സംഗീതരംഗത്തുണ്ട്. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലത്തേക്ക് ഞങ്ങളൊക്കെ സജീവമല്ലാതായിരുന്നു. ഇനിയും നമുക്ക് പാടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അവസരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഈ ഒരു മഴവിൽ വസന്തം എന്നുള്ള ഈ ഈ ഒരു കൂട്ടായ്മ നമ്മൾ രൂപം കൊണ്ടതിന് ശേഷം ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന പ്രോഗ്രാമുകളിലൂടെ തന്നെ നമുക്ക് ഇനിയും വീണ്ടും പാടാൻ പറ്റും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെയും പാടിക്കൊണ്ടിരിക്കും. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും പ്രാർത്ഥനയും വേണം. ഒരു കലാകാരിക്ക് ഈ കലാരംഗത്ത് നിലനിൽപ്പ് വേണമെങ്കിൽ അതിന് ശരിക്കും പ്രേക്ഷകരുടെയും ആസ്വാദകരുടെയും സഹായവും പ്രാർത്ഥനയും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടും ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് പാടാനും എന്താ പറയുക, ഇപ്പോഴുള്ള ഈ ഇളം തലമുറയോടൊപ്പം തന്നെ നിൽക്കാനും നമുക്കൊക്കെ പറ്റട്ടെ. അതിനൊക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം എന്ന് പറയുന്നു.
ഞാൻ കോഴിക്കോട്ടുകാരിയാണ് എന്നറിയാലോ. എൻ്റെ പേര് റഹ്മത്ത് കോഴിക്കോട്. ഞാൻ കോഴിക്കോട് പുതിയറയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ 14 വർഷം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു, ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജോയിൻറ്റ് ഡയറക്ടറുടെ ഓഫീസിൽ സിവിൽ സ്റ്റേഷനിൽ സെലക്ഷൻ ഗ്രേഡ് ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി ഏതാനും മാസങ്ങൾ കൂടെ ഉള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട്. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിയിലെത്തുന്നു 8ാമത്തെ വസന്തം. ഇന്ദിര ജോയ്, നമ്മുടെ ജോയേട്ടൻ്റെ സ്വന്തം ഇന്ദിര. ഒരുപാട് മാപ്പിളപ്പാട്ട് കാസറ്റുകളോട് നമുക്ക് പ്രിയങ്കരിയായ ഇന്ദിര വേദിയിലെത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും എൻ്റെ 40 വർഷമായി ഞാൻ ഈ രംഗത്ത്. ഈ ടൗൺ ഹാള്, ടാഗോർ സെൻറ്റനറി ഹാള്, സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ട്, ഇതൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ വി എൻ കുട്ടി മാഷിൻ്റെ ട്രൂപ്പിൽ മാപ്പിളപ്പാട്ട് വേദിയിൽ ഞങ്ങൾ ഒരുപാട് ട്രൂപ്പിൻ്റെ കൂടെ മത്സരങ്ങളും അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസും നടത്തി. ഇന്നും ഈ ഒരു മഴവിൽ വസന്തം ടീമിൻ്റെ കൂടെ ഇവരെന്നെയും ചേർത്ത് ഈ ട്രൂപ്പിൽ ഞാനും ഒരു അംഗമാണ്. ഇത് ഈ റഹ്മത്തിൻ്റെ ഒരു എന്താ പറയുക ചിന്തയിൽ നിന്ന് വന്നതാണ് ഇങ്ങനെ ഒരു ട്രൂപ്പ് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിൽ എന്നെ ഇവർ ചേർത്ത് പിടിച്ചു. ഇതിൽ ഈ ഓർക്കസ്ട്രയിൽ വായിക്കുന്നവരും എല്ലാവരും നിങ്ങളും ഒക്കെ തരുന്ന പ്രോത്സാഹനവും എല്ലാം ഞങ്ങൾക്ക് ഇനിയും വേണം. പിന്നെ പ്രശസ്ത ഗിറ്റാറിസ്റ്റായിരുന്ന ജോയ് വിൻസെൻറ്റിൻ്റെ ഭാര്യ കൂടിയാണ് ഞാൻ. ആ ഒരു ഓർമ്മ കൂടി ഇവർ മറക്കാതെ കൊണ്ടുപോകുന്ന എന്നെയും കൂടെ ചേർത്തിട്ട് അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു.